നമസ്കാരം. ഓ ശ്രീമദ് വാൽമീകി രാമായണം ധ്യാന ശ്ലോകങ്ങൾ. കുജനം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശഖം വന്ദേ വാൽമീകി കോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം 88 സർഗത്തിലെ 1 തുടങ്ങി 9 വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്തിരുന്നു. ഇന്ന് 10 തുടങ്ങി 19 വരെയുള്ള ശ്ലോകങ്ങൾ ചൊല്ലി അതിൻ്റെ അർത്ഥം ഒന്ന് ചിന്തിക്കാം. 88 സർഗത്തിലെ 10ാമത്തെ ശ്ലോകം. അശ്രദ്ധേയമിദം ലോകേ ന സത്യം പ്രതിഭാതി മേ മുഹ്യത്തെ ഖലു മേ ഭാവ സ്വപ്നോയമിതി മേ മതിഃ. നൂനം ദൈവതം കിഞ്ചിത് കാലേന ബലവത്തരം യത്ര ദാശരഥീ രാമോ ഭൂമാവേവമശേതസഃ. യസ്മിൻ വിദേഹരാജസ്യ സുതാ ച പ്രിയദർശന ദയിതാ ശയിതാ ഭൂമൗ സ്നുഷാ ദശരഥസ്യ ച. ഇയം ശയ്യാ മമ ഭ്രാതുരിതമാവർത്തിതം ശുഭം സ്തണ്ഡിലേ കഠിനേ സർവം ഗാത്രൈ വിമൃദിതം തൃണം. മാന്യേ സാഭരണാ സുപ്ത സീതാസ്മിൻ ശയനേ ശുഭ തത്ര തത്ര ഹി ദൃശ്യന്തെ സക്താ കനകബിന്ദവഃ. ഉത്തരീയമിഹാസക്തം സുവ്യക്തം സീതയാ തഥാ തഥാ ഖേദേ പ്രകാശന്തെ സക്താ കൗശേയതന്തവഃ. മന്യേ ഭർതൃസുഖാശയ്യാ യേന ബാലാ തപസ്വിനി സുകുമാരീ സതി ദുഃഖം ന വിജാനാതി മൈഥിലീ. ഹാഹാതോസ്മി നൃശംസോസ്മി യത് സഭാര്യകൃതേ മമ ഈദൃശിം രാഘവശയ്യാം അതിശേതേ ഹ്യനാഥവത്. സർവഭൗമകുലേ ജാതാ സർവലോകസുഖാവഹഃ സർവപ്രിയകരസ്ത്യക്ത്വാ രാജ്യം പ്രിയമനുത്തമം. കഥമിന്ദീവരശ്യാമോ രക്താക്ഷപ്രിയദർശനഃ സുഖഭാഗീന ദുഃഖാർഹ ശയിതോ ഭുവി രാഘവഃ. 88 സർഗത്തിലെ 10 തുടങ്ങി 19 വരെയുള്ള ശ്ലോകങ്ങളാണ് ചൊല്ലിയത്. അപ്പോൾ രാമൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, ഇങ്ങനെ വനത്തിൽ പോയി വനവാസം ചെയ്യാനിടയായതും രാജ്യം കൈക്കൊള്ളാൻ കഴിയാത്തതുമൊക്കെ എത്രയോ പരിതാപകരമാണെന്ന് ഭരതൻ പിന്നെയും പിന്നെയും ദുഃഖിച്ച് പറയുകയാണ്. ഇത് വിശ്വസിക്കാൻ പോലും പ്രയാസമാണ് ഈ സംഭവങ്ങളെല്ലാം. ഇതൊക്കെ ഓർക്കുമ്പോൾ കാലത്തെ പോലെ
അതിശക്തമായ വേറൊരു ദൈവതവുമില്ലെന്ന് ഭരതൻ ചിന്തിക്കുന്നു. കാലഗതിയാണ് ഏറ്റവും വലിയ ദൈവതമെന്ന് അദ്ദേഹത്തിന് തോന്നുന്നു. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കേണ്ട ഒരു കാര്യവും ഇല്ലല്ലോ. ശ്ലോകം 10, 88-ാം സർഗത്തിലെ അശ്രദ്ധേയമിദം ലോകേ ന സത്യം പ്രതിഭാതി മേ മുഹ്യതേ ഖലു മേ ഭാവാ സ്വപ്നോയമിതി മേ മതിഃ. ശ്ലോകം 10-ന്റെ അർത്ഥം: ലോകത്തിൽ ഇത് വിശ്വസിക്കാൻ വിഷമമാണ്. ഇത് സത്യമാണെന്ന് കരുതാൻ എനിക്ക് കഴിയുന്നില്ല. എൻ്റെ മനസ്സ് വല്ലാതെ പതറിപ്പോകുന്നു. ഇത് സ്വപ്നമായിരുന്നെന്നാണ് ഞാൻ കരുതുന്നത്. ശ്ലോകം 11. നൂനം ദൈവതം കിഞ്ചിത് കാലേന ബലവത്തരം യത്ര ദാശരഥീരാമോ ഭൂമാവേവമശേതസഃ. ശ്ലോകം 11-ന്റെ അർത്ഥം: ദാശരഥിയായ രാമൻ വെറും നിലത്ത് കിടന്നുറങ്ങേണ്ടി വന്നതോർക്കുമ്പോൾ കാലത്തേക്കാൾ ബലവത്തരനായ ഒരു ദൈവതവുമില്ലെന്ന് തീർച്ച തന്നെ. ശ്ലോകം 12. യസ്മിൻ വിദേഹരാജസ്യ സുതാ ച പ്രിയദർശന ദയിതാ ശയിതാ ഭൂമൗ സ്നുഷാ ദശരഥസ്യ ച. ശ്ലോകം 12-ന്റെ അർത്ഥം: ദശരഥ മഹാരാജാവിൻ്റെ സ്നുഷയും, അതായത് പുത്രപത്നിയും, വിദേഹ മഹാരാജാവിൻ്റെ പുത്രിയും പ്രിയദർശനയുമായ സീത ഇതാ വെറും നിലത്ത് കിടന്ന് ഉറങ്ങേണ്ടി വരിക. ശ്ലോകം 13. ഇയം ശയ്യാം മമ ഭ്രാതുർ ഇതമാവർത്തിതം ശുഭം സ്തണ്ടിലേ കഠിനേ സർവം ഗാത്രൈർവിമുദിതം തൃണം. ശ്ലോകം 13-ന്റെ അർത്ഥം: ഇതെൻ്റെ ഭ്രാതാവ് കിടന്ന ശയ്യയാണല്ലോ. ഈ പുല്ല് അദ്ദേഹത്തിൻ്റെ ശരീരത്താൽ ഞെരുക്കപ്പെട്ട പാടുകളോടു കൂടിയവയാണ്. ശ്ലോകം 14. മന്യേ സാഭരണാ സുപ്ത സീതാസ്മിൻ ശയനേ ശുഭാ തത്ര തത്ര ഹി ദൃശ്യന്തേ സക്താ കനകബിന്ദവഃ. ശ്ലോകം 14-ന്റെ അർത്ഥം: ഈ ശയനത്തിൽ സീത ആഭരണങ്ങൾ അണിഞ്ഞു തന്നെയാണ് ഉറങ്ങിക്കിടന്നത്. എന്തെന്നാൽ അവിടവിടെ ആഭരണങ്ങൾ പതിഞ്ഞ പാടുകൾ കാണാനുണ്ട്. ശ്ലോകം 15. ഉത്തരീയമിഹാസക്തം സുവ്യക്തം സീതയാ തഥാ തഥാ ഖേദേ പ്രകാശന്തേ സക്താ കൗശേയതന്തവഃ. ശ്ലോകം 15-ന്റെ അർത്ഥം: സീത ഉത്തരീയം ഇവിടെ വിരിച്ചിരുന്നുവെന്ന് കരുതണം. എന്തെന്നാൽ പട്ടുനൂലിഴകൾ അവിടെ കാണുന്നുണ്ട്. ശ്ലോകം 16. മന്യേ ഭർതൃസുഖാശയ്യാ യേന ബാലാ തപസ്വിനി സുകുമാരീ സതീ ദുഃഖം ന വിജാനാതി മൈഥിലീ. 16-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം: ഭർത്താവിൻ്റെ ശയനമേതോ അത് തന്നെയാണ് സുഖശയ്യ എന്ന് ബാലയായ ആ തപസ്വിനി കരുതിയിരിക്കണം. സതിയായ സുകുമാരിയായ മൈഥിലിക്ക് ഇതിൽ യാതൊരു ദുഃഖവും ഉണ്ടായിട്ടില്ല തന്നെ. ശ്ലോകം 17. ഹാ ഹതോസ്മി നൃശംസോസ്മി യത് സഭാര്യാ കൃതേ മമ ഈദൃശിം രാഘവശയ്യാം അതിശേതേ ഹ്യനാഥവത്. ശ്ലോകം 17-ന്റെ അർത്ഥം: ഹാ കഷ്ടം, നീചനായ ഈ ഞാൻ ഹതനായിക്കഴിഞ്ഞു, ഞാൻ മരിച്ചു കഴിഞ്ഞു. രാഘവൻ ഭാര്യയോടുകൂടി വെറുമൊരനാഥനെ പോലെ ഇമ്മാതിരി ശയനത്തിൽ കിടക്കേണ്ടി വന്നത് ഞാൻ മൂലമാണല്ലോ. 18, 19 ശ്ലോകം. സാർവഭൗമകുലേ ജാതാ സർവലോകസുഖാവഹഃ സർവപ്രിയകരസ്ത്യക്ത്വാ രാജ്യം പ്രിയമനുത്തമം.
കഥമിന്ദീവരശ്യാമോ രക്താക്ഷപ്രിയദർശനഃ സുഖഭാഗീന ദുഃഖാർഹ ശയിതോ ഭുവി രാഘവഃ. 18-19 ശ്ലോകങ്ങളുടെ അർത്ഥം. സാർവഭൗമകുലത്തിൽ പിറന്നവൻ, ലോകത്തിനും സുഖമുളവാക്കുന്നവൻ, സർവർക്കും പ്രിയങ്കരൻ, ദുഃഖമറിയാതെ സുഖത്തിൽ തന്നെ വളർന്നവൻ, അങ്ങനെയുള്ള ഇന്ദീവരശ്യാമനും രക്താക്ഷനും പ്രിയദർശനനുമായ രാഘവൻ മഹത്തമമായ പ്രിയപ്പെട്ട രാജ്യം ത്യജിച്ചിട്ട് ഇവിടെ ഈ നിലത്ത് എങ്ങനെ കിടന്നു? ലോകാ സമസ്ത സുഖിനോ ഭവന്തു.